ഇയാളുടെ പേരെന്താ? ഇത് ആർമ ബ്രാൻഡിന്റെ ഔട്ട്കാസ്റ്റ് എന്ന് പറയും. ഔട്ട്കാസ്റ്റ് 8S എന്ന് പറഞ്ഞ മോഡലാണ്. എത്ര രൂപ വരും? ഇതൊരു 1.3 lakh വിത്ത് ഫുൾ സെറ്റപ്പ്. അത് നമ്മൾ മറ്റേ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ ഡ്യൂട്ടി ചാർജും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ മാറും, ചിലപ്പോൾ കൂടും. ആണ്. ഇതിനെല്ലാം കൂടെ ഡ്യൂട്ടി ചാർജും എല്ലാം കൂടെ എത്ര രൂപ? ഇപ്പൊ നമുക്ക് ചെലവായിരിക്കുന്നത് 1.3 ആണ്. 1.3 ബാറ്ററി അടക്കം. ഓക്കെ. ഇത് വന്നാലോ? ഇത് അറൌണ്ട് 1 lakh. 1 lakh ബാറ്ററി അടക്കം. ആണ്. ഇത് ഈ ഡിഫൻഡറിലേക്ക് വന്നാൽ? ഇത് ഡിഫൻഡർ സ്റ്റോക്ക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 65,000 രൂപ കിട്ടും. നമ്മളിത് എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 25,000 മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതായത് മൊത്തം വന്നു കഴിഞ്ഞാൽ ഒരു 190 രൂപയായി ഇതിനൊന്ന് ചുരുക്കും. അത്രയും ഒരു ബഡ്ജറ്റ് ആയിട്ടുണ്ട്. ഈ മസ്താങ്ങിന് ഇത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ ആ കമ്പനിയിൽ നിന്ന് എങ്ങനെ വരുന്നോ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു മുതലാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്നുണ്ടാവില്ലേ? അതെ. ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇത് നമ്മൾ എല്ലാം പുറത്ത് കൺട്രി, US, തായ്വാൻ, ദുബായ്, കുവൈറ്റ് അങ്ങനെയുള്ള കൺട്രീസിൽ നിന്ന് കൊണ്ടുവരുന്നത്. കാരണം അവിടെയാണ് ഈ ഹോബീസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ മാത്രമുള്ള ചെറിയ ആൾക്കാർ പയ്യന്മാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അവിടെ ഈ 60 വയസ്സുള്ള ആൾക്കാരും 45 വയസ്സുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ചെയ്യുന്ന ഇതോ. ആണോ? ഇതെന്താ നമ്മൾ ഇതിനെയൊക്കെ എന്താ വിളിക്കുക? ടോയ് എന്നാണോ വിളിക്കുക? ഇല്ല, ഇത് ടോയ് ഗ്രേഡിന്റെ നെക്സ്റ്റ് വേർഷൻ ഹോബി ഗ്രേഡ് എന്ന് പറയും. അതായത് റിയൽ വണ്ടികളിൽ ഇരിക്കുന്ന എന്തൊക്കെ പാർട്സ് ആണോ, സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം റിയൽ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ നമ്മൾ ഇതിന്റെ സസ്പെൻഷന്റെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഗിയേഴ്സ് റെഡിയാക്കേണ്ടി വരും. ചെറിയതല്ലേ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആണ്. അല്ല, ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ലൊരു കാറ് വാങ്ങിച്ചൂടെ, നല്ലൊരു ബൈക്ക് വാങ്ങിച്ചൂടെ എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി കേൾക്കാറില്ലേ? ഉറപ്പായിട്ടും കേൾക്കാറുണ്ട്. വീട്ടുകാരെ കേട്ടിട്ടുണ്ട്, ഫ്രണ്ട്സിന്റെ കേട്ടിട്ടുണ്ട്, വീഡിയോസ് കാണുന്നവരെയും കേട്ടിട്ടുണ്ട്. ഇവരോടൊക്കെ എന്താണ് മറുപടി കൊടുക്കാറുള്ളത്? നമുക്കിപ്പോ ശരിയാണ്, ഈ ഇത്ര വാങ്ങുന്ന സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ ബൈക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു അടിപൊളി കാർ എടുക്കാം. എനിക്ക് ഫസ്റ്റ് ഒരു മോഡിഫൈഡ് കാർ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇവിടെ നമ്മുടെ കേരളത്തിൽ നമുക്കത് ലീഗലല്ലല്ലോ. അപ്പൊ അത് കാരണം ഞാനത് വിറ്റിട്ടാണ് എന്റെ ഫസ്റ്റ് കാർ ഞാൻ വാങ്ങുന്നത്. അന്ന് ഒരു 3 വർഷം മുന്നേ. അത് ഷെവർലയുടെ ഒപ്ട്ര എന്ന് പറഞ്ഞ മോഡൽ മോഡിഫൈഡ് കാർ ഞാൻ സെല്ല് ചെയ്ത്, RC കാറിന് വേണ്ടി ഞാൻ സെല്ല് ചെയ്ത് അതുകൊണ്ട് വാങ്ങി. അതിനുശേഷം ഇങ്ങനെ ഒരു ഹോബി ഗ്രേഡിലുള്ള കാർ വാങ്ങിച്ചോ? ഇല്ല, റിയൽ കാർ ഞാൻ കൊടുത്തു ഈ കാർസ് വാങ്ങാനായിട്ട്. അപ്പൊ ആൾക്കാർ എന്നെ എന്ത് വിളിക്കും? അതാണ് സംഭവം. അത് അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഇത്തരം ഈ ഹോബി ഗ്രേഡിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എവിടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? അതായത് നമുക്കിപ്പോ ഇതിൽ നിന്ന് ഇൻകം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് തുടങ്ങിയ ഒരു കാര്യമല്ല. പിന്നെ നമുക്ക് ഈ കോളേജ് ഷോസ് വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഷോസിന് പോകും, അതിന് നമ്മളൊരു എമൗണ്ട് വാങ്ങും. പിന്നെ അതുപോലെ യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ ഇതിന്റെ സെയിൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാർസിന്റെ സെയിൽ ഉണ്ട്. യൂസ്ഡും ആണെന്നുണ്ടെങ്കിലും പുതിയതാണെന്നുണ്ടെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വരുമാന മാർഗം ഇതിൽ നിന്ന് ഉണ്ട്. വീട്ടുകാര് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? സപ്പോർട്ടീവ് ആണോ, അതോ മകന് വട്ടാണെന്നാണോ പറയുന്നത്? എങ്ങനെയാണ് പറയാറുള്ളത്? നോക്കിക്കാണെന്ന് വെച്ചാൽ അവര് നോക്കാറില്ല. സത്യം പറഞ്ഞാൽ എന്റെ റൂമിലോട്ട് പോലും നോക്കാറില്ല. അത് മൊത്തം സാധനങ്ങളാ, ഇതിന്റെ പാർട്സും ഇതിന്റെ കംപ്ലീറ്റ് സാധനങ്ങളായിരിക്കും റൂമിൽ. ആർക്കും പോലും കയറാൻ പറ്റില്ല. അതിനിടയിലാണ് ഞങ്ങൾ ഉറങ്ങുന്നത് അല്ലേ? അതെ, അതായത് ഈ ഒരു കട്ടിൽ 2 പേർ കിടക്കാന്ന് കട്ടില്ല. അതിന്റെ ഇപ്പുറ സൈഡ് 2 ഹെലികോപ്റ്റർ ഇരിക്കുന്നത്. അതിന്റെ ഈ ഒരു സൈഡിലാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. അത്ര സ്പേസ് ഉള്ളൂ. അല്ല, അപ്പൊ വീട്ടിൽ എന്താ പറയാറുള്ളത്? വീട്ടിൽ ആദ്യം ഈ പറഞ്ഞ പോലെ ഭയങ്കര സീനായിരുന്നു. ഇത്രയും കാശ് മുടക്കി ഇതിലൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഞാൻ കാരണം എനിക്ക് കിട്ടുന്ന കംപ്ലീറ്റ് ഇൻകം ഇതിലോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഡാമേജ് ആയി, ഇതിന്റെ പാർട്സ് മേടിക്കണം, അത് മേടിക്കണം, പുതിയ കാർ കൊണ്ടുവരുമ്പോ അമ്മേന്റെ മുഖമൊക്കെ സീനായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുമ്പോഴത്തേക്കും കുഴപ്പമില്ല. പിന്നെ കുറെ ആൾക്കാർ നിങ്ങളുടെ മോന് ഇത് ചെയ്യുന്നുണ്ടല്ലോ, വീഡിയോ കാണാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സന്തോഷം അല്ലെ? ഇതുവരെ വാങ്ങിച്ചേക്കുന്ന ഇങ്ങനെയുള്ള ഈ ഹോബി കളക്ഷൻസ് എല്ലാം കൂടെ ഏകദേശം എത്ര രൂപയായിട്ടുണ്ടാവും? കയ്യിൽ നിന്ന് എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടാവും? ഇപ്പൊ ഹെലികോപ്റ്റേഴ്സിനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഒരു 7 ലക്ഷം രൂപയോളം 6-7 ലക്ഷം രൂപയോളം അതിനകത്ത് ചെലവാക്കിയിട്ടുണ്ടാവും. ഈ കാർസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുറെ വാങ്ങി കുറെ കൊടുത്ത് എങ്ങനെ ഏകദേശം 5-6 അത് തന്നെ, അതൊക്കെ തന്നെ മൊത്തം ഒരു 10-15 ലക്ഷം രൂപയുടെ മുതല് കയ്യിലൂടെ വന്നു പോയിട്ടുണ്ട്. 10 to അതിന്റെ ഒരു ഡെയിലി ഉണ്ടാവും, വന്നു പോയിട്ടുണ്ട്. അതെ. അപ്പൊ ഏതായാലും ഇതൊരു ഹോബി മാത്രമല്ല, ഇതൊരു വരുമാന മാർഗവും കൂടെ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരാളാണ്. നമുക്ക് അങ്ങനെ തുടങ്ങിയതല്ല, പക്ഷെ ഇപ്പൊ അങ്ങനെ ആവുന്നു പതിയെ.